തീർച്ചയായിട്ടും നമ്മളൊരു കാര്യം പറയാം. അനിൽ കുമാർ പറഞ്ഞ മാതിരി, മിസ്റ്റർ അനിൽകുമാർ പറഞ്ഞ മാതിരി, നമ്മൾ ഇതൊരു എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയമായിട്ട് ഒരുമിച്ചുള്ളൊരു കാഴ്ചപ്പാട് ഇത് തന്നെയാണെന്നൊരു വ്യത്യാസമില്ല. അതെങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം മാത്രമേ നമുക്കുള്ളൂ. ഇത് കറക്റ്റ് ചെയ്യണം. കറക്ഷൻ പറയുമ്പോൾ നമ്മൾ ക്രിയേറ്റീവായിട്ടുള്ള കറക്ഷൻസ് കൊണ്ടുവരേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് വരിക എന്നുള്ളതാണ് കേരളത്തിനെയൊക്കെ സംബന്ധിച്ചോളം ഇന്ന് വേണ്ടത്. അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനം. എനിക്ക് തന്നെ ഇപ്പോൾ അറിയാവുന്ന ഒരു സംഗതി, ഇപ്പോൾ കോഴിക്കോട് ഗവൺമെന്റ് സൈബർ പാർക്കിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു ടവർ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള സ്ഥലം മുഴുവൻ വെറുതെ കിടക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞപ്പോൾ ആ ടവർ മുഴുവൻ ഫുള്ളായി. പിന്നെ പുതിയ ടവർ വന്നാലേ പുതിയ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ പുതിയ കമ്പനികൾക്ക് അവിടെ വരാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ബോട്ടിലിനൊക്കെ നമ്മൾ കണ്ടിരുന്നു. എന്തുകൊണ്ട് ഈ ലാൻഡ് പോകുന്നില്ല? അപ്പോൾ നമ്മളാരും ഈ ലാൻഡ് പോവില്ല, ഇവിടെ ഇങ്ങനെ നടക്കുള്ളൂ എന്ന് പറഞ്ഞ് നടക്കുകയല്ല ചെയ്തത്. വി തോട്ട് ഹൗ വി ക്യാൻ ടേക്ക് ഇറ്റ് ഫോർവേഡ്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ കാലിക്കറ്റ് ഇന്നോവേഷൻ ടെക്നോളജി ഇനീഷ്യേറ്റീവ് പറഞ്ഞ ഇവിടുത്തെ 9 ഓർഗനൈസേഷൻസ് ചേർന്നിട്ടുള്ള ഒരു സൊസൈറ്റിയും അതിനെ ലീഡ് ചെയ്യുന്ന മലബാർ ചേംബർ ഓഫ് കോമേഴ്സും എല്ലാവരും കൂടി ചേർന്നിട്ട് നമ്മൾ ആ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അവിടെ ഒരു ഇൻഡസ്ട്രി വരണമെന്നുണ്ടെങ്കിൽ വി ആർ വെരി ക്ലിയർ ദാറ്റ് ഒരു ഗവൺമെന്റ് ഇങ്ങനെ സ്ട്രക്ചർ ഉണ്ടാക്കിയിടുന്നതിലും കൂടുതൽ IT ഇൻഫ്രാസ്ട്രക്ചറിൽ ഒരു പ്രൈവറ്റ് സെക്ടറിലെ ഇൻവെസ്റ്റ്മെന്റ്. മിസ്റ്റർ അനിൽകുമാർ പണ്ടാലി സാറിന് അറിയാമല്ലോ ഹൗ തിങ്സ് ആർ ബീങ് ഡൺ ഇൻ ബോംബെ. ഞാൻ ബോംബെയിൽ കുറേ കാലം ILFSൽ ഞാൻ വന്നിട്ടുണ്ട്. ഐ വാസ് ഇൻ പ്രൊജക്ട് ഫൈനാൻസ് ഫോർ ക്വൈറ്റ് സം ടൈം ഇൻ ബോംബെ. അപ്പോൾ നമുക്കറിയാമല്ലോ. അപ്പോൾ അവിടെ ഈ പ്രൈവറ്റ് സെക്ടറിലെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് വരണമെന്നുണ്ടെങ്കിൽ അവർ വരുമ്പോൾ അതിൻ്റെ ടെക്നോളജി ആയിട്ട് വരും, അവർ അതിൻ്റെ സ്കില്ലായിട്ട് വരും, അതിൻ്റെതായുള്ള ഇന്റർനാഷണൽ കണക്ഷൻസ് കിട്ടും. ദേ ക്യാൻ കം വിത്ത് ഇൻഡസ്ട്രീസ്. നമ്മൾ ഗവൺമെന്റ് ചെയ്യുന്ന മാതിരി ഒരു ഇൻഡസ്ട്രി. അപ്പോൾ അവർക്ക് എങ്ങനെ ഒരു കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ സീരിയസ് ആയി ഡിസ്കസ് ചെയ്യും. അതിനെക്കുറിച്ചുള്ള ചില പ്രതിവിധികൾ ഞങ്ങളുടെ സിറ്റി എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവും ചേംബറും നമ്മൾ ഡോക്ടർ സന്തോഷ് ബാബു MD KSITLന്റെ മുമ്പിൽ നമ്മൾ പ്രസന്റ് ചെയ്തിരുന്നു. അതിനെക്കുറിച്ചുണ്ടായ ഒരു ഡെവലപ്മെന്റ് അവിടെ ഇപ്പോൾ ഒരു പ്രൈവറ്റ് സെക്ടറിൽ ഉള്ള അവിടെ IT സ്പേസ് ഡെവലപ്മെന്റ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനം വരികയും ഇപ്പം അതിൻ്റെ ബേസിൽ ഇപ്പോൾ 1000 കോടിയോളം ഉള്ള ഇൻവെസ്റ്റ്മെന്റ് അവിടെ കൺഫേം ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ ആ ലാൻഡ് മുഴുവൻ ഇനിയിപ്പോൾ അവിടെ ആ ലാൻഡ് ഇല്ല കൊടുക്കാൻ. അപ്പോൾ നമ്മളിത് നടക്കാൻ സാധിക്കാത്തതുകൊണ്ടല്ല. ഇപ്പോൾ KSITLന്റെ ഡോക്ടർ സന്തോഷ് ബാബു കഴിഞ്ഞ ആഴ്ച എന്നെ കണ്ടപ്പോഴും പറഞ്ഞു, അജയൻ, സിറ്റിയുടെയും കേരള ടെക്നോളജി എക്സ്പോന്റെ ഇമ്പാക്റ്റ് ആയിട്ട് എനിക്കൊരു 1000 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് വന്നു കഴിഞ്ഞു എന്ന്. സോ അപ്പൊ എന്നാൽ ഇറ്റ് ഈസ് പോസിബിൾ. ഇങ്ങനത്തെ കുറെ അപ്പൊ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നവര് ദേ ഹാവ് സീൻ എ പോസിബിലിറ്റി ദാറ്റ് വെറുതെ ആരും ഇൻവെസ്റ്റ് ചെയ്യാൻ വരില്ലല്ലോ. അപ്പൊ നമുക്ക് ചെയ്യാനുള്ളത് അങ്ങനെ വരുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് എത്ര ഫാസ്റ്റായിട്ട് ക്ലിയർ ആക്കി കൊടുക്കാൻ പറ്റും ഗവൺമെന്റ് ഭാഗത്തു നിന്നായാലും അതിനുള്ള തടസ്സങ്ങൾ ഇത് ശരിയാക്കാൻ സാധിക്കുന്നുള്ള വിധത്തിൽ ചെറിയ ചെറിയ തടസ്സങ്ങൾ അത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ, നമ്മൾ ക്ലിയർ ചെയ്യാൻ നമ്മളെല്ലാവരും കൂടി, ഇപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഭാഗത്തുനിന്നായാലും ശരി, ഓഫീസുകളിൽ ചെയ്യുന്നവരായാലും ശരി, ഇങ്ങനൊരു സംഗതി നടക്കുന്നുള്ളത് നമ്മൾ ക്ലിയർ ആയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ ചെയ്യണം. മാത്രമല്ല ഇപ്പോൾ കേരളം ഇന്നത്തെ ഒരവസ്ഥയിൽ ഈ നമ്മുടെ ഹൈവേസും കൂടി വന്നു കഴിഞ്ഞാൽ അങ്ങേയറ്റം നല്ലൊരു ഒരു റീച്ചബിൾ ഹൈവേ ഇൻഫ്രാസ്ട്രക്ചർ. പണ്ടൊക്കെ ഞാൻ ഗുജറാത്തിലും ബാക്കിയുള്ള ദിക്കിലൊക്കെ പല ഹൈവേയുടെ കൺസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് കേരളത്തിൽ എന്തെങ്ങനെ നടക്കുന്നുള്ളത്. ഇന്നിപ്പോൾ നമ്മളത് കാണുമ്പോൾ ദർ ഇസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ബിഫോർ us ഹൗ ടു റീച്ച് ഔട്ട് എങ്ങനെയെന്നുള്ളത്. മാത്രമല്ല നമ്മുടെ ഇന്റീരിയേഴ്സ് റോഡുകൾ പലതുമുണ്ട്. പക്ഷേ ഓക്കെ, ഐ എഗ്രി, നമ്മൾ പലപ്പോഴും TV കാണുന്നുണ്ട് റോഡ് വെള്ളം നിറഞ്ഞു റിപ്പയർ ചെയ്തിട്ടില്ല, അത് ഉണ്ടാവും. പക്ഷെ അതൊക്കെ ഒരു കറക്ഷന്റെ ഭാഗമായിട്ട് എടുത്തു വേണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്.